ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ള എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ചായ, കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പത്തിരിയാണ് കേട്ടോ കടി ഉണ്ടാക്കുന്നത്. പത്തിരിക്ക് കുറച്ച് ബീഫ് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പത്തിരിയൊക്കെ മതി. ഞാനും എൻ്റെ ഇമ്മയും ഇപ്പയും അതേപോലെ തന്നെ അനിയനും പിന്നെ എൻ്റെ 2 കുട്ടികളുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ ബീഫ് കുറച്ച് ബാക്കിയുണ്ട്. അതിക്ക് ഒരു ഉള്ളിൻ്റെ പകുതി, ഒരു തക്കാളിൻ്റെ പകുതി, ഒരു കിഴങ്ങ് ഇട്ടിട്ട് അങ്ങനെ അതങ്ങോട്ട് കറിയാക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണേ പത്തിരിയൊക്കെ പരത്തലും ചുടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ചുടുന്നത്. പിന്നെ ഇനി നമുക്ക് ഉച്ചക്ക് സാദാ ചോറാണ്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നെയ്ച്ചോറും ബീഫും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമ്മൾ സാദാ ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മഴയ്ക്ക് പോയ പോലെയാണ് കേട്ടോ. ഇന്നലെ വണ്ടൂർക്കല്ല സോറി, ഞങ്ങളെ പൂളക്കൽ ഭാഗത്തേക്കൊക്കെ നല്ലൊരു മഴയായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോരാൻ നേരത്ത് സ്കൂട്ടി എടുത്തിട്ട് അങ്ങനെ പോരാമെന്ന് വിചാരിച്ചത്. ഇനി അപ്പോഴാണ് നല്ലൊരു മഴ. പിന്നെ ലാസ്റ്റ് കാറിൻ്റെ അടുത്ത് പോരേണ്ടി വന്നിട്ടോ. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ വണ്ടൂർക്ക് അങ്ങാടിക്ക് എത്തിയപ്പോൾ തന്നെ മഴയൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് അല്ലേ. ചില സ്ഥലത്തൊക്കെ മഴ, ചില സ്ഥലത്തൊക്കെ വെയിൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ താഴെ ഭാഗത്തിട്ട് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ചെറിയ തറ കാണുന്നുണ്ട്. പുല്ലുകൊണ്ട് കാണുന്നു. പിന്നെ അത് അവിടെ ഒരു വീട് വന്നിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒരു വീട് വരാൻ കല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. മാഷാ അല്ലാഹ്. പാർക്കാനും ജീവിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല കാലാവസ്ഥയാണ് ഇവിടെ. കുറച്ചൊക്കെ നല്ല വീടുകളൊക്കെ ഉള്ള സ്ഥലമായിട്ട്. എന്നാലും ഒരു ദിവസം അടപ്പുറക്കൂടെ ആന വന്നിട്ടോ. എല്ലാവരും വിട്ട് എല്ലാവരും ഇറങ്ങിയ ടൈമിൽ ഒരു മരം പോലും കേടെടുത്താതെ ഇറങ്ങിപ്പോൾ നിൽക്കുക. അതുകൊണ്ട് മുകളിലില്ല ഒരൊറ്റ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ആന ഇറങ്ങിയത് കേട്ടോ. അന്ന് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. ആരും അറിയാതെ ആന വന്നപ്പോഴേ നമുക്കൊക്കെ ഒരു അന്തംപൊടൽ നട്ടലൊക്കെ അല്ലേ. ഏതായാലും പിന്നെ ആന വന്നിട്ടൊന്നുമില്ല കേട്ടോ. ചിങ്ങക്കല്ലിക്ക് പോകണ ഭാഗമാണ് ആ മുകളിൽ. ഇതിൽ കൂടെ പോയാലും ചിങ്ങക്കല്ലിക്ക് എത്തും. പിന്നെ ഇങ്ങനെ ഭാഗത്ത് പുല്ലങ്കോട് എസ്റ്റേറ്റ് അവിടെ പിന്നെ ആന പോലെ അത് ഇറങ്ങലില്ല. കാരണം മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഇപ്പം പോയി. പിന്നെ ഇന്നൊക്കെ നടക്കാൻ പോയിക്കാട്ടോ. ഇല്ല, ഒറ്റൊന്നും വല്ലാതെ അടിച്ചു വരാനൊന്നുമില്ല. നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. വന്നാൽ പിന്നെ ഞാൻ ഇരിക്കൊന്നുമില്ല. കാരണം ആരുമില്ലെങ്കിൽ ഭയങ്കര പണിയൊക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈമിൽ ഫോണുമ്മൽ വെക്കാനാണ്. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. അത് കാരണം നമ്മൾ തന്നെ എടുക്കണമൊക്കെ. ആരുമില്ല പറഞ്ഞാൽ ഉമ്മയും ഇപ്പയും ചെറിയ അനിയനും ഞാനും എൻ്റെ 2 കുട്ടികളെന്നുള്ളൂ ഇവിടെ. പിന്നെ നാത്തൂന് ഞാൻ വന്നപ്പോൾ എന്ന് വെച്ചാൽ പോയി 2 ദിവസം നിന്ന് പോക്ക്. ഞങ്ങൾ വരുമ്പോഴല്ലേ അത് പോകാൻ പറ്റുള്ളൂ. ബാബാട്ടോള് ഞങ്ങൾ വരുവോളം കാത്തിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നാലെന്ന് വെച്ച് 2 ദിവസം നിന്ന് പോകുന്ന ഒന്നും ഉണ്ടായിട്ടല്ല. ഓളും മാനിപ്പാനിട്ടാണ് പോകുമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ പിന്നെ കണ്ടറിഞ്ഞാൽ ഞങ്ങൾ എന്ന് വെച്ച് പോയിക്കോന്ന് പറയും കേട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഓൾ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ ഓളെ എടുത്താക്കി പോകാനും നമ്മൾ വന്നാൽ ഒക്കെ ഓളെ പറഞ്ഞേക്കാനൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളെ ആദ്യം നീച്ചിട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ കടന്നു. പിന്നെ ഐസാണെങ്കിൽ ഒന്ന് നീച്ചിട്ട് ഓളും കടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിടക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന കാരണം നമുക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാക്കണത് നമുക്ക് ഉച്ചക്കുള്ള ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ കാണിക്കും, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പറ്റുകയാണെങ്കിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചായയും കടിയൊക്കെ ആയി. നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിന്. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മളെ സാമ്പാറൊക്കെ ഉണ്ടാക്കാം. പിന്നെ മീനും ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ വേണമെങ്കിൽ വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ വണ്ടിയിലൊന്നും കൊടുത്തേച്ചിട്ടൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇതാക്കണ് ചോറ് തിളച്ച് കൊണ്ടേയിരിക്കുകയാണ്. 2-3 തിളച്ചാൽ നമുക്ക് അത് റൈസ് കുക്കർക്ക് ഇറക്കാം കേട്ടോ.
അതാ കുറച്ച് പയർ ഇവിടെ നുറുക്കിയതുണ്ട്, കുറച്ചുമ്മ നുറുക്കണുണ്ട് കേട്ടോ. നുറുക്കിയത് പിടിച്ചിട്ട് കുറച്ചുണ്ട് ഇനി കേട്ടോ. അപ്പം ഇനി ബാക്കി നുറുക്കണുണ്ട്. പിന്നെ ഇതാക്കണ സാമ്പാർക്കുള്ള വെണ്ടക്കയാണ്. അപ്പോൾ വെണ്ടക്ക കുറച്ചെടുത്തിട്ട് വറുത്ത് വെക്കണം. പിന്നെ തക്കാളി, വെള്ളരിക്ക, മുരിങ്ങക്കായ്, ക്യാരറ്റ്, കുമ്പളങ്ങത്തിൻ്റെ കഷ്ണം, ചിരങ്ങൻ്റെ കഷ്ണം, ചിരങ്ങനെ തോന്നുന്നുണ്ടാവില്ല അവന്, വെല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ കഷ്ണം, മത്തൻ്റെ കഷ്ണം, അങ്ങനെ എല്ലാതും പാടിട്ടിട്ടാണ് നമ്മളിന്ന് സാമ്പാർ വെക്കുന്നത്. സാമ്പാർ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ എൻ്റെ ഹാദിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ സാമ്പാർ. അപ്പോൾ എന്നോട് അറിയുമ്മ നിങ്ങൾ വെക്കുന്ന സാമ്പാറല്ല ടേസ്റ്റ് കേട്ടോ, നിങ്ങൾ സ്കൂളത്തെ സാമ്പാർ. അവന് എറിയാട് സ്കൂളിൽ പഠിച്ചിരുന്നിട്ട് അവിടുത്തെ സാമ്പാറിൻ്റെ പോരിശം അവൻ ഇപ്പോഴും പറയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ സാമ്പാർ പൊടി ഇതിലേതോ ഒരു കുപ്പിയിലുണ്ട് കേട്ടോ മുകളിലത്തെ. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആദ്യം ചോറും കറിയും വെച്ചിട്ട് തിണ്ടൊക്കെ തുടക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഞാൻ ഇതിൽ നിന്ന് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പിടിച്ചൊക്കെ അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ തക്കാളി വേറൊരു പാത്രത്തിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഒരെണ്ണം ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ തക്കാളി തന്നെയാണ്. പിന്നെ കുമ്പളങ്ങയും പയറൊക്കെ ഉണ്ട്. പയറുമ്മ നുറുക്കുന്നുണ്ട്. പയറുകൊണ്ട് ഉപ്പേരി, സാമ്പാറും പിന്നെ ഉണക്കമീനുമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനത്തെ കൂട്ടാനൊക്കെ ആയാൽ ഞാൻ നല്ലോണം ചോറും. ഇതിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കണത്, അതിൽ നാരങ്ങ നാത്തും കൂട്ടി ഇട്ടുവെച്ചാൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എല്ലാതും ഒന്ന് ഉണ്ടാക്കട്ടെ നുറുക്കിയിട്ട്. അപ്പോൾ ഇത് ചീനമുളകാണ് കേട്ടോ. ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങും ചീനാപ്പറങ്കി മുളക്. അപ്പോൾ ഇതാക്കണ പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം കഴുകിയതിന് ശേഷം നമ്മളെ കുക്കർക്കൊന്ന് ഇട്ട് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ നമ്മളെ പരിപ്പ് ഉഷാറായി കഴുകിയെടുക്കട്ടെ. പിന്നെ ഇതാക്കണ ഈ കട്ടിബോർഡ് നല്ലൊരു ചളിക്കളറേന് കേട്ടോ. അപ്പോൾ നാത്തൂന് ഇത് അപ്പസോടല്ലേ, അപ്പസോട ഇട്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ നിറം വെച്ച് അപ്പോൾ ഇതാക്കണ് സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ റെഡി ആക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കിയാണ് ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആരോ വന്ന് അങ്ങനെ തിരക്കായിട്ടോ. അപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഞാൻ കുറച്ച് ചോറും ചായയൊക്കെ തിന്നിട്ടോ. എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടോ. ഇവിടെ വന്ന് അങ്ങനെ അങ്ങോട്ട് പാഞ്ഞിട്ടേ മറ്റേത് കാരണം കിടക്കണ പണിയല്ലേ കാരണം. അപ്പോൾ പിന്നെ അത്രക്കണ്ട അറിയില്ലല്ലോ വിശപ്പ്. അപ്പോൾ ഞാൻ ഒരു 12 മണിയായപ്പോൾ പയറുപ്പേരിയും ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരും. അപ്പോൾ അതുവരേക്കും എല്ലാ എൻ്റെ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.